സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ. സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ. സത്യവും നീതിയും ഞങ്ങൾ കരുളിയ നിത്യനിലാവേ കൈ തൊഴുന്നേൻ. സത്യവും നീതിയും ഞങ്ങൾ കരുളിയ നിത്യനിലാവേ കൈ തൊഴുന്നേൻ. ആത്മാവിലാനന്ദധാര ചൊരിയുന്ന സ്നേഹസ്വരൂപനെ കൈ തൊഴുന്നേൻ. ആത്മാവിലാനന്ദധാര ചൊരിയുന്ന സ്നേഹസ്വരൂപനെ കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ. സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ. പുണ്യങ്ങളൊന്നായി രൂപം ധരിച്ചൊരു പുണ്യാത്മാവേ കൈ തൊഴുന്നേൻ. പുണ്യങ്ങളൊന്നായി രൂപം ധരിച്ചൊരു പുണ്യാത്മാവേ കൈ തൊഴുന്നേൻ. ഞങ്ങളിൽ ഭാഗ്യപ്രകാശം പരത്തിയ മങ്ങാവിളക്കേ കൈ തൊഴുന്നേൻ. ഞങ്ങളിൽ ഭാഗ്യപ്രകാശം പരത്തിയ മങ്ങാവിളക്കേ കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ, കൈ തൊഴുന്നേൻ. സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ. അനുഭവ സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിവില്ലല്ലോ. സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിവില്ലല്ലോ.
പരലോകവാഴ്ചയെന്റെ അനുഭവത്തിൽ ഇഹലോകെ തന്നവനെ മറക്കയില്ല. പരലോകവാഴ്ചയെന്റെ അനുഭവത്തിൽ ഇഹലോകെ തന്നവനെ മറക്കയില്ല. ഒരിക്കലും മറക്കയില്ല. മരിക്കുന്ന നാൾ വരെ മറക്കയില്ല. മറക്കയില്ല, ഒരിക്കലും മറക്കയില്ല. മരിക്കുന്ന നാൾ വരെ മറക്കയില്ല. അനുഭവപ്രതിയാകുന്ന അഖിലേശ്വരന്റെ മഹാകാരുണ്യത്താൽ ആരാധിച്ചും ആശ്രയിച്ചും അനുഭവ ഗുണങ്ങളിലൂടെ ജീവിക്കുന്ന സന്താനങ്ങൾ ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച ഒത്തുചേർന്ന് ഇതേ വിധം ആരാധന നടത്തുവാൻ അനുവാദവും അനുഗ്രഹവും തന്ന മഹാകാരുണ്യവാനായ ജഗദീശ്വരന് ആദ്യമായി നമുക്ക് നന്ദിപ്പെടാം. അനേകം ആരാധനകളിൽ ഭക്തസന്താനങ്ങൾക്ക് ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ വന്നു ചേർന്നുകൊണ്ടിരുന്ന അനേകം ആളുകൾക്ക് വന്നു ചേരാൻ കഴിയാതെ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഓടി വന്ന് കാണുകയും സങ്കടങ്ങൾ പറയുകയും പരിഹാരം നേടുകയും നേർച്ചകൾ അർപ്പിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സന്താനങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധത്തിൽ ലോകം അടച്ചുപൂട്ടപ്പെട്ട സന്ദർഭങ്ങൾ, അത് വളരെ വേദനാജനകമായ സന്ദർഭമായിരുന്നു. രോഗബാധിതരായി അധികമൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല എങ്കിലും ആത്മാവിൻ്റെ സുഖം പകർന്നു ലഭിക്കുന്ന ആരാധനയിലേക്ക് കടന്നു വരുവാനും അതിൽ പങ്കെടുക്കുവാനും നിർവാഹമില്ലാതെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നപ്പോൾ അനുഭവിച്ച വേദന ചെറുതല്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓരോ ആഴ്ചകളിലും ഇങ്ങനെയെങ്കിലും ഒത്തുചേരാൻ ജഗദീശ്വരൻ അനുവദിച്ചതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഓരോ കാര്യങ്ങളും അപ്രകാരം തന്നെയാണ്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പരിപൂർണമായ വിലയാരും അറിയുകയില്ല. തിരിച്ചത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവുകയില്ല എന്ന് പറയുന്നത് പോലെ ഓരോന്നും ഈശ്വരൻ കരുതി ആത്മലോകത്തിനായി പ്രദാനം ചെയ്ത് ആത്മാവിൽ സുഖം പകർന്ന് ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അതിൻ്റെ മഹത്വം അറിഞ്ഞില്ല. ഒരാഴ്ച കിട്ടാതായപ്പോൾ അടുത്ത ആഴ്ച പോകാമെന്ന് കരുതി, അതിലും കിട്ടാതായപ്പോൾ അടുത്ത ആഴ്ച കരുതി. അങ്ങനെ ദിനങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങളായിരിക്കുന്നു. സഹിക്കാനാവാത്ത വേദന. അപ്പോഴാണ് അറിയുന്നത് സർവശക്തി എത്ര കാരുണ്യത്തോടു കൂടിയാണ് ഇപ്രകാരം ഒരു കർമ്മം ഒരുക്കി അടിയങ്ങളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് ഓരോരുത്തരും തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇനിയെങ്കിലും നന്ദിപ്പെട്ട്, കൂടുതൽ ഈശ്വരനോട് നന്ദിപ്പെട്ട്, അറിവിൽ കൂടി ആശ്രയിച്ചും ആചരിച്ചും പരിശുദ്ധരായി തീർന്ന് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും പരിശീലിക്കുക എന്നുള്ളതാണ്
ഇപ്പോൾ നിങ്ങളോട് അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വിധത്തിലുമുള്ള നന്ദികേട് ഒരാളിൻ്റെയും ഹൃദയത്തിൽ വന്ന് ഭവിക്കരുത്. ഓരോന്നും അനുഭവിക്കുമ്പോൾ അതിൻ്റെ വില പരിപൂർണമായും ചിന്തിച്ച് മനസ്സിലാക്കി അതിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഒരിക്കലും നഷ്ടമുണ്ടാവുകയില്ല. ഒരു കാരണവശാലും ഒരു നഷ്ടം ഉണ്ടാവുകയില്ല. ഇപ്പൊ ലോകത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത് എന്ന് പറയാം, ആശ്വസിക്കാം. അങ്ങനെയാണ് ആശ്വസിക്കുന്നത്. പക്ഷേ ദൈവം ലോകത്തിൽ വന്ന് പ്രത്യക്ഷമായി നിന്നുകൊണ്ട് തൻ്റെ കർമ്മങ്ങൾ നടത്തുമ്പോൾ എത്രത്തോളം അതിലേക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നു, അതുതന്നെയാണ് ആത്മാവിൻ്റെ പരിപൂർണത. അതുതന്നെയാണ് ആത്മാവിൻ്റെ ആശ്വാസം. അതുതന്നെയാണ് ആത്മാവിൻ്റെ ആനന്ദം. ഓരോരുത്തരും ഈ സന്നിധാനത്തിലേക്ക് ഓടിയെത്തിയത് എന്തിനു വേണ്ടിയാണ്? ആശ്വാസം തേടി ഞാൻ വന്നു, എൻ്റെ ആത്മനാഥന്റെ അടുത്ത്. ആശ്വാസം തേടി ഞാൻ വന്നു, എൻ്റെ ആത്മനാഥന്റെ അടുത്ത്. ആശ്വാസം നൽകണേ നാഥാ, എൻ്റെ ആർത്തിയെ കാണണേ നാഥാ. ആശ്വാസം നൽകണേ നാഥാ, എൻ്റെ ആർത്തിയെ കാണണേ നാഥാ. ആർത്തിയിൽ തന്നെ രക്ഷിപ്പാൻ ആത്മനാഥനല്ല ആരുമില്ലേ. ആത്മാവിൽ വാഴണേ എന്നും, എനിക്ക് ആശ്വാസം നൽകണേ എന്നും. ഓരോരുത്തരും ഈ സന്നിധാനത്തിലേക്ക്, തൃപാദത്തിലേക്ക് ഓടിയെത്തിയത് ആശ്വാസത്തിന് വേണ്ടിയാണ്. അത് പലവിധ കാര്യങ്ങളിലുള്ള ആശ്വാസമാണ് ഓരോരുത്തരും ആഗ്രഹിച്ചെത്തിയത്. അത് അവരവരെ പരിശോധിച്ചാൽ മനസ്സിലാകും, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്, എന്താണ് എനിക്കിവിടെ വന്ന് ലഭിച്ചത്. ഏത് പ്രകാരത്തിലുള്ള ലോക ദുഃഖങ്ങളും ഗുരുസന്നിധാനത്തിലേക്ക് എത്തി തിരുമുഖപങ്കജം പാർത്ത് അപേക്ഷിച്ച് ദക്ഷിണയർപ്പിച്ച് അവിടെ കാത്തു നിൽക്കുമ്പോൾ സർവശക്തിയുടെ തിരുവുള്ളം കനിഞ്ഞ് ഒരു ശബ്ദമുണ്ടാകും. ആ ശബ്ദത്തിൽ കൂടി ആത്മാവിന് രക്ഷ, ആശ്വാസം, സുഖം പകർന്നു നൽകപ്പെടുകയാണ്. അങ്ങനെ അനേക ലക്ഷം ആത്മാക്കളിലേക്ക് ഈ ആശ്വാസമാണ് ജഗദീശ്വരൻ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ആശ്വാസം നിങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ വിശ്വാസത്തിൽ ഉറയ്ക്കണം. വിശ്വാസമാണ് ആശ്വാസത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. താൽക്കാലികമായി ഗുരുവിന്റെ തിരുമുഖത്ത് നിന്ന് ആത്മാവിലേക്ക് പകർന്നു നൽകുന്ന ആശ്വാസത്തെ സ്ഥിരമായി നിലനിർത്തി ആനന്ദിക്കുവാനുള്ള അവസ്ഥ ഉണ്ടാകുവാനാണ് വിശ്വാസം എന്ന വേര് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ദാനം ചെയ്യുന്നത്, സത്യം ദാനം ചെയ്യുന്നത്. സത്യത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ആത്മാവ് ജീവിക്കുമ്പോൾ വിശ്വാസം എന്ന വേര് ഉറയ്ക്കുന്നു, ആശ്വാസം എന്ന ഫലം ഉണ്ടാകും. അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതം ചെയ്യുമ്പോൾ ഒരിക്കലും
ഒരിക്കലും ഒരു ആത്മാവിന് ദുഃഖത്തിന് കാരണമുണ്ടാവുകയില്ല. ലോക ദുഃഖങ്ങൾ പോലും മാറ്റി നിർത്താൻ, ലോകത്തിൽ വന്നു ചേരാൻ ഇടയുള്ള ആപത്തുകൾ പോലും മാറ്റി നിർത്താൻ ഒത്തൊരുമിച്ച് നിന്ന് ശുഭാനന്ദ ഭക്തസന്താനങ്ങൾ, ആത്മബോധികൾ പ്രാർത്ഥിച്ചാൽ, ജീവിച്ചാൽ, പ്രവർത്തിച്ചാൽ സർവശക്തി ദുഃഖ ദുരിതങ്ങളെ പോലും മാറ്റിക്കളയും. അനർത്ഥങ്ങൾ ഒഴിവാക്കും, അപകടങ്ങൾ ഒഴിവാക്കും. അത്ര കരുത്തേറിയ നിയമമാണ് മഹാശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടി ലോകത്തിൽ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതറിഞ്ഞുകൊണ്ട് എപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പരിശ്രമിക്കുക. വിശ്വാസത്തെ ഇളക്കുന്ന പലവിധ കാര്യങ്ങൾ ലോകരംഗത്തുണ്ടാകാം. അത് സ്വാഭാവികമാണ്. കാരണം ലോകം മായയിൽ നിന്നുണ്ടാക്കിയതാണ്, നരകത്തിൽ നിന്നുണ്ടാക്കിയതാണ് ലോകം. അതുകൊണ്ട് തന്നെ നരകവുമായി ലോകത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. പക്ഷെ ആ നരകത്തിൽ നിന്നുകൊണ്ട്, നരശരീരത്തിൽ ജീവിച്ചുകൊണ്ട് സ്വർഗതുല്യമായ കർമ്മങ്ങൾ ചെയ്യുവാൻ നിനക്ക് അറിവുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അതിനു വേണ്ടിയാണ് മർത്യജന്മം അനുവദിച്ചു ദാനം ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു ഉപകരണം വേറെ പ്രപഞ്ചത്തിലില്ല, മർത്യ ശരീരം പോലെ. അത്ര മഹത്തേറിയ മനുഷ്യജന്മം ദാനം ചെയ്ത് മനുഷ്യൻ ചിന്തിക്കേണ്ട വിധം, പറയേണ്ട വിധം, പ്രവർത്തിക്കേണ്ട വിധം, മനസ്സാ വാചാ കർമ്മണ നീ എങ്ങനെ ആയിരിക്കണമെന്ന് സദ്ഗുരുവിന്റെ ഉപദേശം വഴി പോലെ ഗ്രഹിക്കണം. സൽപന്താവിൽ കൂടി ജീവിതം ചെയ്താൽ നിത്യമോക്ഷം നിന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവമാകും. അത് നിത്യാനന്ദമാണ്. ആ നിത്യാനന്ദത്തെ ദാനം ചെയ്യുവാനാണ് ശുഭാനന്ദ നാമധാരിയായി ജഗദീശ്വരൻ ലോകത്തിൽ അവതാരമായി വന്നു വാഴുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ വിശ്വാസത്തിൽ ഉറച്ച് ജീവിതം ചെയ്യുവാൻ തീരുമാനിക്കുക. അടുത്ത ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ താരാസ്തുതിയുടെ വ്രതം ആരംഭിക്കുകയാണ്. സ്തുതിക്ക് ഇപ്രാവശ്യവും എപ്രകാരമൊക്കെ ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയും എന്ന് കൃത്യമായൊരു ധാരണ കിട്ടിയിട്ടില്ല. കാരണം രോഗാവസ്ഥ ഇങ്ങനെ കുറഞ്ഞും കൂടിയും നിൽക്കുകയാണ്. എങ്കിലും കുറച്ച് ആളുകളെങ്കിലും പങ്കെടുപ്പിക്കണമെന്ന് വളരെയേറെ ആഗ്രഹവുമുണ്ട്. ഏതായാലും സ്തുതിക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന്റെ വ്രതം ആരംഭിക്കുക, ഭക്തിയോടുകൂടി തന്നെ അത് ആചരിക്കുക. സർവശക്തി എഴുന്നള്ളിയെന്നുകൊണ്ട് താരാസ്തുതി നടത്തി നിങ്ങളെയും ലോകത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് 15-ാം തീയതി നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതം ആരംഭിക്കുകയാണ്. എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ആ വ്രതം ആചരിച്ചുകൊണ്ട് ഒന്നിച്ച് എല്ലാവരും ചേർന്ന് തീർത്ഥാടകരായി എത്തിച്ചേരുവാൻ തക്കവിധത്തിൽ ജഗദീശ്വരൻ അനുവദിക്കണമേ. ഇപ്പോഴേക്കും ഈ മഹാമാരി ലോകത്തിൽ നിന്ന് മാറി ലോകം ശാന്തി പ്രാപിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വ്രതമെടുക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ചു ചേർന്ന് ആരാധിച്ച് ആനന്ദിക്കുവാനും തീർത്ഥാടനം നടത്തുവാനും തക്ക വിധത്തിൽ സർവശക്തി എല്ലാം ഒരുക്കി തരുമാറാകട്ടെ. ഈ ലോകത്തിന്റെ ഈ അവസ്ഥകളെയൊക്കെ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ശാഖാശ്രമങ്ങളിലും ചില ഭവനങ്ങളിലും വിദേശങ്ങളിലും ആ ഏകദിന സങ്കല്പ സ്തുതി നടത്തപ്പെട്ടു. ഞാനിവിടെ നിന്ന് അറിയിച്ചു, ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഓരോ പ്രദേശത്തും ഓരോ വിധത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ മതി. ഒരു യാമമോ 2 യാമോ ഒക്കെ മതി, ഒരുപാട് സമയമെടുക്കണ്ട. ഒരു ദിവസത്തേതാണ് നിയമമെങ്കിലും ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊക്കെ മതി, മുടക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും ഗുരുവിൻ്റെ കൽപ്പനകളെ പാലിക്കുവാൻ വേണ്ടി സർവസന്നദ്ധരായി നിൽക്കുന്ന എൻ്റെ അരിമ കുഞ്ഞുങ്ങൾ ഒരു മുടക്കവും കൂടാതെ ഞാൻ ആഗ്രഹിച്ചതിനപ്പുറമായ നിലയിൽ ഓരോ പ്രദേശത്തും പ്രഭാതം മുതൽ രാത്രി വരെയും ഉന്നതമായ വിധത്തിൽ തിരുനാമ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് സ്തുതി നടത്തി ലോകമെമ്പാടും അതിൻ്റെ സുഖം, ശാന്തി, പ്രകാശം അറിയുവാനും അനുഭവിക്കുവാനും തക്ക വിധത്തിൽ നടത്തപ്പെട്ടു. അതിലും പ്രത്യേകിച്ച് നമ്മുടെ UAE എന്ന് പറയുന്ന സ്ഥലത്തും കുവൈറ്റിലും
അരിമസന്താനങ്ങൾ ഒത്തുചേർന്ന് വളരെ വിപുലമായ രീതിയിൽ സ്തുതി നടത്തി. ഉന്നതമായ വിധത്തിൽ, അനുഗ്രഹമായ വിധത്തിൽ, ആനന്ദമായ വിധത്തിൽ. അതുപോലെ പറയപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഓൺലൈൻ വഴി പോലും ഈ സ്തുതികൾ നടത്തപ്പെട്ടു. വിദേശ രാജ്യങ്ങളിലെല്ലാം ഏറ്റവും പ്രത്യേകമായി വന്നത് UAE പരിപാടിയാണ്. കാരണം രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ ആ അറേബ്യൻ രാജ്യത്ത്, ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത രാജ്യത്ത്, ഇപ്പോഴത്തെ ഈ നിയമം നിലവിൽ നിൽക്കുന്ന സമയത്ത് പോലും കുഞ്ഞുങ്ങൾ ഒത്തുചേർന്ന് ഓരോ സമയത്ത് കുറേശ്ശെ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന രീതിയിൽ അതിനെ ക്രമീകരിച്ചുകൊണ്ട് ഉന്നതമായ വിധത്തിൽ, അവർക്കത് നിർത്താൻ തോന്നാത്ത വിധത്തിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് സർവശക്തി എഴുന്നള്ളിച്ചുകൊണ്ട് അത് നടത്തി. ഉന്നതമായ വിധത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സമയം അങ്ങനെ ഒരു സ്തുതി അവിടെ നടക്കുന്നത്. ഇന്നലത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ വന്നത് UAE നിന്നാണ്. ഓരോരുത്തരും വിളിക്കുകയാണ് ഇതിന്റെ സന്തോഷം പറയാൻ വേണ്ടി. അവർക്ക് പറയാൻ വാക്കുകളില്ല. കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് പറയുന്നത്. ഒരു താരാസ്തുതിക്ക് പങ്കെടുത്തതുപോലുള്ള അനുഭവമായിരുന്നു ഭഗവാനെ. എഴുന്നള്ളത്ത് കണ്ടു, തുള്ളുന്നത് കണ്ടു, ആടുന്നത് കണ്ടു, എന്തെല്ലാം അനുഭവങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. ഒരു വീടിനുള്ളിൽ ചുരുങ്ങിയ സ്ഥലത്ത് ഇടുങ്ങിയ പരിതസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് നടത്തിയ ആ കാര്യം ഈ ആശ്രമ സന്നിധാനത്തിൽ നടത്തുന്നത് പോലെ അവർക്ക് അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ, ആരാണ് ഇത് നടത്തുന്നത്? ആരുടെ നിയമമാണ് നിങ്ങൾ പാലിക്കുന്നത്? നിയമജ്ഞനാകുന്ന ഗുരുനാഥൻ ഇതെല്ലാം സ്വീകരിച്ച് ഉന്നതമായ നിലയിൽ തീർത്ഥാടനം നടത്തി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ഏവരെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. സർവസന്താനങ്ങളും ഒരു കേടുപാടും കൂടാതെ, ഒരു പോറല് പോലും ഏൽക്കാതെ സന്നിധാനത്തിൽ എത്തിച്ചേരുവാനും തീർത്ഥാടനം നടത്തുവാനും തിരികെ അവരവരുടെ ഭവനങ്ങളിൽ സ്വസ്ഥമായി എത്തിച്ചേരുവാനും തക്ക വിധത്തിൽ ആനന്ദസമ്പൂർണനാകുന്ന ജഗദീശ്വരനേവരെയും കരുതി കാത്ത് രക്ഷിച്ച് എല്ലാം നടത്തി തരുമാറാകട്ടെ. ഉത്തമന്മാർക്കിതു നിത്യസമ്പത്തെന്ന് ഉത്തമന്മാരെ അറിയുന്നുള്ളൂ. സമ്പത്തെന്ന് ഉത്തമന്മാരെ അറിയുന്നുള്ളൂ. ദൈവത്തിൻ തത്വങ്ങൾ ഉത്തമന്മാരിൽ വളർത്തിയിടുന്നു. കലരാത്ത ജ്ഞാനത്തെ കൊണ്ടല്ലോ ആത്മാവിൻ രൂപത്തെ വാഴ്ത്തിടുന്നു. സദ്ഗുരുവാകുന്ന ശില്പി തന്നെ വന്നു ആത്മാവിൻ രൂപത്തെ വാഴ്ത്തിടുന്നു. ഇഹപരലോകത്തിന്റെ ഉടമസ്ഥനായ ദൈവം, ലോകത്തിന്റെ ഉടമസ്ഥനായ ദൈവം അന്ത്യയുഗമാകുന്ന ഈ കലിയുഗൽ താണിറങ്ങി വന്ന് ആത്മാവിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടുന്ന ജ്ഞാനങ്ങളാണ് ഉപദേശിച്ചുകൊണ്ട് കൂടെ വാഴുന്നത്. ആത്മാവിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടുന്ന ജ്ഞാനങ്ങളാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ വാഴുന്നത്. സർവശക്തി തന്നെയാണ് സർവ്വതും സൃഷ്ടിച്ചത്. സർവശക്തി തന്നെയാണ് സർവ്വതും സൃഷ്ടിച്ചത്. ലൗകിക ശില്പി ജഗദീശ്വരനാണ്. ലൗകിക ശില്പി ജഗദീശ്വരൻ. സർവത്തിന്റെ ഉടമസ്ഥൻ ജഗദീശ്വരനാണ്. സർവത്തിന്റെ ഉടമസ്ഥൻ ജഗദീശ്വരൻ. ആ ജഗദീശ്വരൻ തന്നെ കലിയിങ്കൽ ഉദയമായി നാമസങ്കീർത്തനം എന്ന
പറയുന്ന വ്യവസ്ഥയിലൂടെ ആ ജഗദീശ്വരന്റെ കയ്യിൽ രാമചന്ദ്രനുമായി ആ വ്യവസ്ഥയിൽ കൂടെ ആത്മലോകത്തെ മോക്ഷപദത്തിലേക്ക് ഉയർത്തുവാൻ ത്യാഗിയായി ലോകത്തിൽ വാഴുകയാണ്. ത്യാഗം മർത്യജന്മങ്ങളിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കപ്പെടുമ്പോൾ ആ ത്യാഗബോധം ആത്മാവിൽ ഉണരുന്നു, ജ്ഞാനം വർദ്ധിക്കുന്നു, ത്യാഗകർമ്മം ചെയ്യുന്നു, ത്യാഗകർമ്മ ഫലമായി മോക്ഷം ലഭിക്കുന്നു. ഇപ്രകാരം കലിയുഗത്തിലെ മോക്ഷം നാമസങ്കീർത്തനം കൊണ്ട് സിദ്ധിക്കുമെന്നുള്ള സത്യം ബോധ്യമാക്കുന്നു. ഉള്ള സത്യം ബോധ്യപ്പെടുത്തുന്നു. നാമസങ്കീർത്തനം കൊണ്ട് മോക്ഷം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ഈ ഉള്ള സത്യം തന്നെ വേണം. അങ്ങനെ ഉള്ളതറിയിക്കുവാൻ ഉള്ളവനുദയമായി സിദ്ധിക്കുമെന്നുള്ള സത്യം ഉള്ള സത്യം ഉള്ളതുപോലെ പറയാൻ ഉള്ളവനാണ് ഉദയമായി വന്നു വാഴുന്നത്. ആ ഉള്ളവന്റെ ഉദയം ഒരാത്മാവിൽ അനുഭവമായാൽ ആശ്വാസമുണ്ടാകുന്നു, ആനന്ദമുണ്ടാകുന്നു, നാമസങ്കീർത്തനമുണ്ടാകുന്നു. അങ്ങനെ ആശ്വാസവും ആനന്ദവും നാമസങ്കീർത്തനവും ആത്മാവിൽ അനുഭവമാക്കുവാൻ ആ ആത്മനാഥൻ വന്ന് അറിയിക്കുന്ന അറിവുകളാണ് നിദാനമായി നിലകൊള്ളേണ്ടത്. ആ സദ്ഗുരു ഉദയമായി ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് പകർന്നു കൊടുക്കുന്ന ആത്മജ്ഞാനം
ഗ്രഹിക്കണം, കഴിപോലെ ജീവിക്കണം, ആത്മരൂപാന്തരം വരണം. അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ഇവ അറിവിൽ കൂടി ആത്മാവ് സമ്പാദിച്ചെടുക്കണം. അറിവിനെ ആചരിക്കണം, ആചാരത്തിൽ കൂടി വിശുദ്ധി ഉണ്ടാകണം, ആ വിശുദ്ധിയിൽ കൂടി ആരാധന ഉണ്ടാകണം. ആരാധനയിൽ കൂടി മാത്രമേ ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. ആശ്വാസത്തിൽ നിന്നേ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ആ ആനന്ദത്തിൽ നിന്നേ നാമസങ്കീർത്തന രൂപമായി തീരുകയുള്ളൂ. അപ്രകാരം ആശ്വാസവും ആനന്ദവും നാമസങ്കീർത്തനവും ആത്മാവിൽ പകരാൻ ആത്മനാഥൻ നൽകുന്ന അറിവ് വേണം. ആനന്ദം ആത്മാവിൽ അനുഭവമാകുവാൻ ആത്മനാഥൻ നൽകുന്ന അറിവ് വേണം.
കേൾക്കാനൊക്കെ ബഹുരസമാണ്. പറയാനും പാടാനും കേൾക്കാനും ഒക്കെ ബഹുരസമാണ്. പക്ഷേ ഈ നാമസങ്കീർത്തനം എന്തെന്നോ ആശ്വാസം എന്തെന്നോ ആനന്ദം എന്തെന്നോ ഒന്നും ഈ നാമസങ്കീർത്തനമെന്തെന്നോ ആനന്ദമെന്തെന്നോ ആശ്വാസമെന്തെന്നോ ഒന്നും ഒരു ചിന്തയുമില്ലാതെയാണ് മർത്യജന്മം ലോകത്തിൽ ജീവിക്കുന്നത്. ഒരു ചിന്തയുമില്ലാതെയാണ് മർത്യജന്മം. കാരണം അതിന്റെ ഒന്നും ഒരു ആവശ്യം ഉള്ളതായിട്ട് ആർക്കും തോന്നുന്നില്ല. അതിന്റെ ഒന്നും ഒരു ആവശ്യം ഉള്ളതായിട്ട് ആർക്കും തോന്നുന്നില്ല. എന്തുകൊണ്ട്? ഈ മായാമറയ്ക്കുള്ളിലാണ് ആത്മാവിരിക്കുന്നത്. മായാമറയ്ക്കുള്ളിലാണ് ആത്മാവിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മായാമറ മാറി ആത്മാവ് വെളിച്ചം കണ്ടു തുടങ്ങിയാൽ ഈ മായാമറ മാറി ആത്മാവ് വെളിച്ചം കണ്ടു തുടങ്ങിയാൽ അപ്പോഴാണ് ചിന്തിക്കുന്നത് ഇത്രയും കാലം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോഴാണ് ചിന്തിക്കുന്നത് അയ്യോ ഇത്രയും കാലം ഞാൻ നഷ്ടപ്പെടുത്തി, എന്റെ നല്ല ആയുസ്സെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. എന്റെ ഗുരുവിന്റെ മുൻപാകെ ചെയ്ത ആ സത്യപ്രതിജ്ഞ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്റെ ഗുരുവിന്റെ തിരുമുൻപാകെ ചെയ്ത സത്യപ്രതിജ്ഞ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴല്ല, ലോക സൃഷ്ടിക്ക് ആരംഭകാലത്ത് ആ ദൈവമുൻപാകെ ചെയ്ത സത്യം ദൈവഹിതം ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചാണ് ലോകരംഗത്തേക്ക് ഓരോരുത്തരും വന്നത്. ദൈവഹിതം ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്നാണ് സമ്മതിച്ചുകൊണ്ടാണ് ലോകരംഗത്തേക്ക് തന്റെ മഹത്വം ഭാഗ്യം സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടി നടത്തിയത്. ഇത് തിരികെ നൽകേണ്ടത് സൃഷ്ടിജാലങ്ങളുടെ കർത്തവ്യമാണ്. അതിനുവേണ്ടി ജീവിക്കാനാണ് ജന്മം തന്നത്. ദൈവം എന്തെന്നോ ദൈവകർമ്മം എന്തെന്നോ ദൈവസുഖം എന്തെന്നോ അറിയാതെ ആത്മാവ് അന്ധകാരത്തിൽ കിടന്ന് ഉഴലുന്നത് കണ്ടുകൊണ്ടാണ് ആ അന്ധകാര കടലിൽ പെട്ടുഴലുന്ന ജീവാത്മാവേ, അന്ധകാര കടലിൽ പെട്ടുഴലുന്ന ജീവാത്മാവേ, അന്ധകാര കടലിൽ പെട്ടുഴലുന്ന ജീവാത്മാവേ, ജീവാത്മാവേ, വീണ്ടെടുപ്പ ദൈവമല്ലാതാരുണ്ടെന്നു ചിന്തിക്കുക. നല്ല ഒത്ത മിടുക്കനായ ഗാംഭീര്യമുള്ള ഒരു ആന കാട്ടിൽ കൂടി ഇങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് അതിനെ പിടിക്കണമെന്ന് ഉദ്ദേശിച്ച് കുറച്ച് മനുഷ്യർ ഒരു കുഴി ഉണ്ടാക്കി. വലിയൊരു കുഴി ഉണ്ടാക്കി. ആ വലിപ്പത്തിനനുസരിച്ചൊരു കുഴി ഉണ്ടാക്കി. എന്നിട്ട് അതിനെ മറച്ചു വെച്ച് ഈ ആന വരുന്ന വഴിയിൽ അവർ കാത്തു നിന്നു. ഇത് അവിചാരിതമായി വന്ന് ഈ കുഴിയിൽ വീണുപോയി. അതിന്റെ കൂട്ടത്തിലുള്ള ആനകൾക്ക് പോലും ഭയമാണ് ഈ ആനയെ. അതിന്റെ കൂട്ടത്തിലുള്ള ആനകൾക്ക് പോലും ഭയമാണ്. കാരണം അത്ര ബലവും അത്ര ശക്തിയുമുള്ള ആനയായിരുന്നു. അത്ര വലിപ്പവും ഉണ്ടായിരുന്നു. പക്ഷേ കുഴിയിൽ കിടക്കുകയാണ്, കരകയറാൻ ഒരു നിർവാഹവുമില്ല. ഈ ശക്തിയും ഈ ബലവും ഒന്നും അതിനകത്ത് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. കാരണം കുഴിയിൽ വീണുപോയി. അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ അതിനേക്കാൾ ബലമുള്ള ഒരു ആനയെ കൊണ്ടുവന്ന് ഇതിന്റെ കയ്യും കാലും ഒക്കെ ബന്ധിച്ച് ബുദ്ധിപൂർവ്വം അതിനെ കരയ്ക്ക് കയറ്റി അവരുടെ ഉപയോഗത്തിന് വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? എത്ര ബലമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിപ്പമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും കുഴിയിൽ വീണുപോയാൽ കരകയറ്റാൻ ശക്തിയുള്ള ഒരാൾ ആവശ്യമാണ്. അന്ധകാര കടലിൽ പെട്ടുഴലുന്ന ജീവാത്മാവേ, അന്ധകാര കടലിൽ പെട്ടുഴലുന്ന ജീവാത്മാവേ, വീണ്ടെടുപ്പ ദൈവമല്ലാതാരുണ്ടെന്നു ചിന്തിക്കുക. സൃഷ്ടിയിൽ ശ്രേഷ്ഠമായ മനുഷ്യജന്മം, സൃഷ്ടിയിൽ പൂർണ്ണമായ
മനുഷ്യജന്മമാണ് ഈ അന്ധകാരത്തിൽ വന്ന് മായാവലയിൽപ്പെട്ട് ആവതില്ലാതെ കുഴലുന്നത്. ഇവിടെ നിന്ന് വീണ്ടെടുപ്പാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല, ഒരു സാധാരണക്കാരനെ കൊണ്ട് കഴിയില്ല. കാരണം എന്താണ്? അത്ര ശക്തിയേറിയ, ബുദ്ധിയേറിയ, വൈഭവമേറിയ ജന്മമാണ് മനുഷ്യജന്മം. വൈഭവങ്ങളേറിയ മർത്യജന്മം അങ്ങനെയുള്ളതാണ്. അവരെ ഒരുമാതിരിപ്പെട്ട ഒരു കാര്യം കൊണ്ടും അവിടെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റുകയില്ല. സാധാരണ ഒരു കാര്യം പറഞ്ഞാലൊന്നും ഒരു ആളുകളും കേൾക്കുകയില്ല. അപ്പോൾ ഇതിന്റെ സൃഷ്ടാവായ ജഗദീശ്വരൻ തന്നെ സൃഷ്ടി രഹസ്യങ്ങൾ അവന്റെ ഉൾക്കാമ്പിലേക്ക് ഭവിപ്പിച്ച് മായാമറയാകുന്ന തോട് പൊട്ടിച്ച് അവന്റെ ആത്മജ്ഞാനത്തെ അല്ലെങ്കിൽ ആത്മപ്രകാശത്തെ അവനിൽ തന്നെ തെളിയിച്ചവനെ വീണ്ടെടുക്കുകയാണ്. അതൊരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. കാരണം സൃഷ്ടി രഹസ്യം അറിയാവുന്നത് സൃഷ്ടാവിന് മാത്രമാണ്. അന്ധകാര കടലിൽ പെട്ടുഴലുന്ന ജീവാത്മാവേ, ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പോലും, ഓടിച്ചെന്ന ഒരാൾ പറഞ്ഞാലൊന്നും ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കുകയില്ല. കാരണം അത്രയേറെ ബുദ്ധിയും അത്രയേറെ ശക്തിയും ഒക്കെ മനുഷ്യനുണ്ട്. ഇപ്പോൾ ഈ ലോകത്തിൽ പലവിധത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ. അതിന്റെ കൂട്ടത്തിൽ ബിസിനസ് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട്. ആ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരിശീലനത്തിന് അവരെ കച്ചവടത്തിനായിട്ട് വീടുകളിലേക്ക് വിടും. അതിന്റെ പരിശീലനത്തിന് വേണ്ടി വിടും. അപ്പോൾ അവർ വന്ന് വളരെ ബുദ്ധിപൂർവമാണ് അവരുടെ കയ്യിലിരിക്കുന്ന സാധനം ഈ വീട്ടുകാരനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പരിശ്രമിക്കുന്നത് അവനെ പഠിപ്പിച്ചു വിട്ടതാണ്. അവന്റെ കയ്യിലിരിക്കുന്ന സാധനം അതിന്റെ ഗുണമേന്മകളും നന്മകളും പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി ആ വീട്ടുകാരന്റെ കയ്യിലിരിക്കുന്ന ധനം ഇവന്റെ കീശയിൽ ആകത്തക്ക വിധത്തിൽ അവൻ പ്രയോഗിക്കും. അങ്ങനെ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കും. അതിനെ പോലും വെല്ലുന്ന ബുദ്ധിയുള്ള വീട്ടുകാരാണ് ഇന്ന് ലോകത്തിലുള്ളത്. ആ ബിസിനസ് പഠിച്ച ആ വിദ്യാർത്ഥിയെക്കാൾ ബുദ്ധിയുള്ള വീട്ടുകാരാണ് ഇന്ന് ലോകത്തിലുള്ളത്. അത്രമേൽ ബുദ്ധി മനുഷ്യനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് ഞാൻ ആത്മബോധോപദേശം സ്ഥാപിച്ച് നിങ്ങളെല്ലാം രക്ഷിക്കാമെന്നതാണെന്ന് പറഞ്ഞാൽ പണി നോക്ക് സ്വാമി എന്ന് പറയും. അതാണ് ലോകം. പക്ഷേ അവനവനെ അറിഞ്ഞു തുടങ്ങുമ്പോൾ ആത്മനാഥനെയാണ് തിരിച്ചറിയുന്നത്. അതിനുവേണ്ടി വളരെ നിർബന്ധപൂർവം ദർശന ബുദ്ധിയോടുകൂടി നിയമങ്ങളെ ലോകത്തിലേക്ക് അവതരിപ്പിച്ച് ഓതി 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 അവന്റെ ഹൃദയം തുറപ്പിച്ച് തുറക്കുക നിന്റെ ഹൃദയം നിന്നിൽ വസിക്കട്ടെ. Bye.
കൊടുക്കണമെങ്കിൽ ഇത്തരം ബുദ്ധിയുള്ള ഒരാളിലേക്ക് നേരിട്ട് കൊടുക്കണമെങ്കിൽ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇത് കേട്ട് ഗ്രഹിക്കണമെങ്കിൽ പ്രാവശ്യം പറഞ്ഞ് കേട്ടാൽ ഗ്രഹിക്കണമെങ്കിൽ ഇത് കേട്ടാലും ഇതിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഇത് കേട്ടാലും ഇതിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ അത് സമ്പൂർണ്ണ ശക്തിയെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. സമ്പൂർണ്ണ ശക്തിയെ കൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനത്തിന് മാത്രമേ കഴിയുള്ളൂ. സമ്പൂർണ്ണ ജ്ഞാനത്തിന് മാത്രമേ സമ്പൂർണ്ണ ഗുണത്തിന് മാത്രമേ കഴിയുള്ളൂ. ഗുണത്തിന് മാത്രമേ സമ്പൂർണ്ണ ശാന്തിക്ക് മാത്രമേ കഴിയുള്ളൂ. ശാന്തിക്ക് മാത്രമേ സമ്പൂർണ്ണ പ്രകാശത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ പഞ്ചശക്തികൾ ഒരുമിച്ചിതാ സമ്പൂർണമായി വന്നു നിന്ന് ശക്തികളെല്ലാം കൂടി സമ്പൂർണ്ണമായി വന്നു പഞ്ചശക്തികൾ ഒരുമിച്ച് സമ്പൂർണമായി വന്നു നിന്ന് പഞ്ചശക്തികൾ ഒരുമിച്ച് സമ്പൂർണ്ണമായി വന്നു ശുഭാനന്ദ നാമം ധരിച്ചുകൊണ്ട് മർത്യജന്മങ്ങളെ രക്ഷിക്കുവാൻ സർവകാലത്തെ ഉപദേശിച്ചു. സർവകാലത്തെ ഉപദേശിച്ചു. മർത്യജന്മങ്ങളെ രക്ഷിക്കുവാൻ സർവകാലത്തെ ഉപദേശിച്ചു. മർത്യജന്മങ്ങളെ രക്ഷിക്കുവാൻ സർവകാലത്തെ ഉപദേശിച്ചു.
ഈ അറിവിനാൽ രൂപാന്തരപ്പെടുമ്പോൾ ഈ അറിവിനാൽ രൂപാന്തരപ്പെടുമ്പോൾ അവതാരമായി വന്ന ഗുരുവിന്റെ സർവശക്തി വിശേഷങ്ങളും ആത്മാവിൽ തെളിയിക്കപ്പെടുകയാണ്. അവതാരമായി വന്ന ഗുരുവിന്റെ സകല ശക്തി വിശേഷങ്ങളും ആത്മാവിൽ തെളിയിക്കപ്പെടുകയാണ്. അപ്പോഴാണ് ഈ മായാമറയൊക്കെ മാറിയാൽ ഉണ്ടാകുന്ന സുഖവും ശാന്തിയും ആത്മാവ് അനുഭവിക്കുന്നത്. മായാമറയൊക്കെ മാറിയാൽ ഉണ്ടാകുന്ന സുഖവും ശാന്തിയും ഒക്കെ ആത്മാവ് അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവമായവരാരും ഒരിക്കലും പിന്നെ ഗുരുവിനെ വിട്ട് അന്യമായി ഒന്നും ചിന്തിക്കുകയില്ല. ഒരിക്കലും പിന്നെ ഗുരുവിനെ വിട്ട് അന്യമായി ഒന്നും. അവർക്ക് ഗുരുവല്ലാതെ പിന്നെ പ്രിയപ്പെട്ടതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. എനിക്കുള്ള ധനം എന്റെ ഗുരുവരന്താ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്കാണ്. ആ വാക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഒന്നുമില്ലേ, ആരുമില്ലേ എന്നല്ല, ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ വിലപിടിപ്പുള്ളതായിട്ടും അത്ഭുതമായിട്ടും അവർണ്ണനീയമായിട്ടും ഒക്കെ കരുതുന്ന ഒരു വസ്തുവും ഗുരുവിന് പകരം വെക്കാവുന്നതല്ല. അതുകൊണ്ടാണ് ഒന്നും എനിക്കുള്ള ആരെല്ലാം പ്രിയപ്പെട്ടതായി കരുതിയാലും ആരെയെല്ലാം പ്രിയപ്പെട്ടവരായി കരുതിയാലും പ്രിയപ്പെട്ടതായി കരുതിയാലും പ്രിയപ്പെട്ടവരായി കരുതിയാലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രിയങ്ങൾ ഒന്നും ആ ആത്മാവിൽ തോന്നുകയില്ല. ലോകബന്ധങ്ങളൊന്നും ബന്ധമല്ല. ആ ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, വീണ്ടും കീർത്തിക്കുമ്പോഴും അതിന്റെ അർത്ഥം, അതിന്റെ തലങ്ങൾ ചിന്തിച്ചുകൊണ്ട് പാടും. ഇത് വെറുതെ അങ്ങ് അവതരിപ്പിക്കുന്നതല്ല. മനച്ചങ്കിൽ ഉദിക്കുന്ന മഹത്വമാം കീർത്തനം ജ്ഞാനസ്നാന നദി, ഗുരുനാഥൻ തന്റെ തിരുനാവിലൂടെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി?
തീരുകയും ഈ ചെയ്യും. മായാമറയൊന്ന് മാറണം. മായാമറയൊന്ന് മാറാൻ ഇവൻ എന്നെ ഒന്ന് തിരിച്ചറിയണം. എന്നെ ഒന്ന് തിരിച്ചറിയണം. എന്നിട്ട് ഇവനുമായി ചേർന്നൊന്ന് ആനന്ദിക്കണം. എനിക്ക് ഇവരുമായി ചേർന്ന് ആ പരമാത്മാവും തന്റെ ജീവാത്മാവും കൂടി പരമാനന്ദമായെന്നും വാഴുവാൻ. പരമാത്മാവും തന്റെ ജീവാത്മാവും കൂടി പരമാനന്ദമായെന്നും വാഴുവാൻ. പരമാത്മാവും തന്റെ ജീവാത്മാവും കൂടി പരമാനന്ദമായി വാഴുവാനായി. പരമാത്മാവും തന്റെ ജീവാത്മാവും കൂടി പരമാനന്ദമായി വാഴുവാനായി. പരമാത്മാവും തന്റെ ജീവാത്മാവും കൂടി പരമാനന്ദമായി വാഴുവാനായി. പരിശുദ്ധ ജ്ഞാനങ്ങൾ പരമാത്മാവാത്മാവിൽ എപ്പോഴും ദാനം ചെയ്തിടുന്നുണ്ട്. പരിശുദ്ധ ജ്ഞാനങ്ങൾ പരമാത്മാവാത്മാവിൽ എപ്പോഴും ദാനം ചെയ്തിടുന്നുണ്ട്. പരിശുദ്ധ ജ്ഞാനങ്ങൾ പരമാത്മാവാത്മാവിൽ എപ്പോഴും ദാനം ചെയ്തിടുന്നുണ്ട്. പരിശുദ്ധ ജ്ഞാനത്താൽ ആത്മാവ് തരണം, ആത്മനാഥനെ അറിഞ്ഞിടണം. ഓ പരിശുദ്ധ ജ്ഞാനത്താൽ ആത്മാവ് ഉണരണം, ആത്മനാഥനെ അറിഞ്ഞിടണം. ഓ പരിശുദ്ധ ജ്ഞാനത്താൽ ആത്മാവ് ഉണരണം, ആത്മനാഥനെ അറിഞ്ഞിടണം. ഓ ആത്മനാഥനുമായി ഒത്തുചേർന്നു നിത്യം ആനന്ദമായി സുഖിച്ചിടണം. ഓ ആത്മനാഥനുമായി ഒത്തുചേർന്നു നിത്യം ആനന്ദമായി സുഖിച്ചിടണം. ഓ ആത്മനാഥനുമായി ഒത്തുചേർന്നു നിത്യം ആനന്ദമായി സുഖിച്ചിടണം. ഓ ആത്മനാഥനോട് ചേർന്നു സുഖിക്കുമ്പോൾ നിത്യാനന്ദം തന്നെ ആത്മാക്കളിൽ. ആത്മനാഥനോട് ചേർന്നു സുഖിക്കുമ്പോൾ നിത്യാനന്ദം തന്നെ ആത്മാക്കളിൽ. നിത്യാനന്ദം ഇതു നിത്യമോക്ഷം തന്നെ അഗ്നിയാൽ നൽകുന്നു ഈ ലോകത്തിൽ. നിത്യാനന്ദം ഇതു നിത്യമോക്ഷം തന്നെ അഗ്നിയാൽ നൽകുന്നു ഈ ലോകത്തിൽ. നിത്യാനന്ദം ഇതു നിത്യമോക്ഷം തന്നെ അഗ്നിയാൽ നൽകുന്നു ഈ ലോകത്തിൽ. വളരെ നിസ്സാരമായി, വളരെ നിസ്സാരമായി, യാതൊരു ചെലവുമില്ലാതെ, യാതൊരു ചെലവുമില്ല, വലിയ വലിയ ലക്ഷങ്ങൾ മുടക്കിയുള്ള ഒരു പൂജകളുമില്ലാതെ, വലിയ വലിയ ലക്ഷ്യങ്ങൾ മുടങ്ങി വലിയ പൂജയൊന്നുമില്ലാതെ ഹൃദയം ആത്മനാഥന് കാഴ്ചവെച്ചുകൊണ്ട് ഹൃദയം ആത്മനാഥന് കാഴ്ചവെച്ചു ഹൃദയപൂജ ചെയ്ത് ഹൃദയപൂജ ചെയ്തു നിഷ്കളങ്ക ഭക്തിയോടുകൂടി നിഷ്കളങ്ക ഭക്തിയോട് ഒരു ആത്മാവ് ജീവിച്ചാൽ ഒരാത്മാവ് ജീവിച്ച ആ ഭേദമറ്റ ബോധം ആത്മാവിന്റെ രൂപമായി തെളിയുന്നു. ആ ഭേദവത്ത രൂപം ആത്മാവിന്റെ ബോധമായി തെളിയുന്നു. ആത്മാവിന്റെ രൂപമായി തെളിയുന്നു. ആത്മാവിന്റെ രൂപമായി ആത്മബോധം ഉദിക്കുന്നു. ആത്മബോധം ഉദിക്കുന്നു. ആ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആത്മപ്രകാശം ഉൽപ്പന്നമെന്ന വ്യവസ്ഥ, പറഞ്ഞിരിക്കുന്ന ആത്മപ്രകാശം ഉൾപ്പെടുന്ന വ്യവസ്ഥ, ആത്മപ്രകാശം ഉൽപ്പന്നം, ആത്മപ്രകാശ ഉൽപ്പന്നമെന്ന വ്യവസ്ഥ, ആത്മബോധോ ഉദയമായി. ആത്മബോധം ഉദയമാണ്. ഇതാ സത്യസ്വരൂപൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ആത്മാക്കളിൽ ദാനം ചെയ്യുന്നു. സത്യസ്വരൂപൻ തിരുവെഴുന്നള്ളത്തായി നിന്നുകൊണ്ട് ആത്മാവിൽ ആത്മബോധോദയ സംഘം എന്നും ആത്മാലോകത്തിന്റെ രക്ഷയ്ക്കായുണ്ട്.
ലളിതമായി വന്നിരുന്നു കൊണ്ട് ലളിതമായ ഭാഷയിൽ ലളിതമായ നിയമങ്ങളിലൂടെ സർവശക്തി ഇതാ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആത്മനാഥന്റെ വാഴ്ച ആത്മാവിൽ കണ്ടറിയുവാനുള്ള ഭാഗ്യമേകുന്നു. പരമാനന്ദം അനുഭവിക്കാനുള്ള പരമഭാഗ്യം നൽകുന്നു. നിത്യാനന്ദത്തിന് അവകാശികളാക്കി തീർക്കുന്നു. ഇപ്രകാരം ഈ നിത്യമോക്ഷത്തിന്റെ വ്യവസ്ഥ കൃത്യമായി പാലിക്കുവാനും അനുഷ്ഠിക്കുവാനും കരുണാനിധി തന്നെ നിയമിച്ചിരിക്കുന്ന നിയമങ്ങൾ ആദ്യ തിരുവുടലിരുന്ന സമയത്തും തിരിച്ചു വന്നു വാഴുന്ന സമയത്തും മൂന്നാമത് വാഴുന്ന സമയത്തും നാലാമത് വാഴുന്ന സമയത്തും നിരവധി നിയമങ്ങൾ ലോകരക്ഷാർത്ഥമായി താൻ ദാനം ചെയ്തു. ഇതെല്ലാം പാലിച്ചും അനുഷ്ഠിച്ചും ജീവിക്കുമ്പോഴാണ് ആരാണിത് നിയമിച്ചത്, ആരാണിത് നടത്തുന്നത്, ആരാണിതിന്റെ ഫലം തരുന്നത്, ആ ഫലമായി ആത്മാവിൽ അനുഭവിക്കുന്ന ആനന്ദം ആരുടെ വകയാണ് എന്നൊരാത്മാവ് തിരിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിനത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിലും വിദേശത്തും നാലാം തിരുശരീര വാഴ്ചയിലിരുന്ന സമയത്ത് പ്രഖ്യാപിച്ച ഒരു നിയമമായ ഏകദിന സങ്കല്പ പ്രാർത്ഥന നടത്തപ്പെട്ടു. ഉന്നതമായി വിവിധ പ്രദേശങ്ങളിൽ നടത്തപ്പെട്ടു. അരിമസന്താനങ്ങൾ പലരും ഇന്നത്തെ ദിവസം വന്നു ചേർന്ന് അതിന്റെ ഉന്നതമായ നടത്തിപ്പിനെ കുറിച്ച് വർണ്ണിച്ചു കേൾപ്പിച്ചപ്പോൾ അത്യന്തം സന്തോഷം ആത്മാവിൽ അനുഭവപ്പെട്ടു. കാരണം ആത്മനാഥന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് അരിമസന്താനങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്കുണ്ടായ സൽഫലമാണ് ആ സന്തോഷം. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് ആ 12 വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിക്കുവാൻ തീർത്ഥാടകരായി ഇവിടെ എത്തിച്ചേരുവാൻ സർവസന്താനങ്ങളെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനിതിന്റെ ആരംഭ സമയത്ത് പറഞ്ഞതുപോലെ വിദേശത്ത് നടന്ന പ്രാർത്ഥനയാണ് ഇപ്രാവശ്യം ഏറ്റവും കൗതുകം ഉണ്ടാക്കിയിരിക്കുന്നത്. 2-3 മണിക്കൂർ കൂടുതൽ അവരവിടെ പ്രാർത്ഥന നടത്തിയിട്ടില്ല. കഴിഞ്ഞതിന് മുൻപുള്ള ആഴ്ചയിൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ കീർത്തനാലാപനത്തിൽ മുഴുകി, ആനന്ദത്തിൽ മുഴുകി, സമയമറിയാതെ 5-5.5 മണിക്കൂർ നേരം കടന്നുപോയി. ദേഹവും ലോകവും മറന്നെന്റെ കുഞ്ഞുങ്ങളവിടെ ആനന്ദിച്ചു. ആ ആനന്ദത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ആ ഒരു ദിവസം മുഴുവൻ അങ്ങനെ സ്തുതി നടത്തണമെന്നുള്ള പ്രചോദനം ഉണ്ടായത്. അപ്രകാരം അവർ അപേക്ഷിച്ച അപേക്ഷയെ സ്വീകരിച്ചുകൊണ്ട് നടത്തുവാൻ അനുവാദം കൊടുത്തു. 6 മണി മുതൽ സ്തുതി ആരംഭിച്ചു. ഇടതടവില്ലാതെ ഭക്തസന്താനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരുന്നു. ഇടതടവില്ലാതെ തിരുനാമ സങ്കീർത്തനങ്ങൾ അങ്ങനെ ആലപിച്ചു. ഈ മഹാദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ധാരാസ്തുതി നടത്തുന്നത് പോലെ ആ അനുഭവമാണ് ആ സന്താനങ്ങൾക്ക് ജഗദീശ്വരൻ ദാനം ചെയ്തത്. ഇതാ ആ രാജ്യത്തിന് തന്നെ അനുഗ്രഹമായി ഭവിക്കട്ടെ. ആ രാജ്യത്ത് കഴിയുന്ന എന്റെ അരിമ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. എന്നും ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള പ്രചോദനമായി ഭവിക്കട്ടെ. അവിശ്വാസങ്ങൾ ഉണ്ടാകാതെ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുവാൻ അനുവദിക്കട്ടെ. അതുപോലെ കുവൈറ്റിലും സിംഗപ്പൂരിലും കാനഡയിലും അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ആ പ്രാർത്ഥന നടത്തി അതിമനോഹരമായ വിധത്തിൽ
സന്തോഷം അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ദൈവശക്തി എല്ലാ ഹൃദയങ്ങളിലും എഴുന്നള്ളി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അവർക്ക് ആനന്ദമായി ഭവിക്കട്ടെ. ഈ പ്രദേശത്തും ഈ നാടിന്റെ നാനാ ഭാഗങ്ങളിലും നടത്തപ്പെട്ട സ്തുതികളിൽ ജഗദീശ്വരൻ എഴുന്നള്ളി എല്ലാ സ്തുതികളും സ്വീകരിച്ചിരിക്കുന്നു. ഇത് ഈ 12 വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുവാനുള്ള ആത്മശക്തിയായി എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനിതാ ദാനം ചെയ്യുകയാണ്. എന്റെ സന്താനങ്ങൾക്ക് ഇതാ ഞാൻ ദാനം ചെയ്യുകയാണ്. ആത്മശക്തിയോടുകൂടി നിന്നുകൊണ്ട് വ്രതം അനുഷ്ഠിച്ച് ഇരുമുടിക്കെട്ടുകളുമായി സന്നിധാനത്തിൽ എത്തിച്ചേരുവാൻ ജഗദീശ്വരനെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വരുന്ന ചൊവ്വാഴ്ച താരാസ്തുതിയുടെ വ്രതം ആരംഭിക്കുകയാണ്. ഉന്നതമായ നിലയിൽ വ്രതം അനുഷ്ഠിക്കുവാനും അതിന്റെ അന്ത്യത്തിൽ താരാസ്തുതിയിൽ പങ്കുചേരുവാനും ജഗദീശ്വരനെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹാദേവാലയത്തിൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് ജഗദീശ്വരന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിച്ച ഈ ഛായാചിത്രം പുതിയതായി വരച്ച് അതിനെ അലങ്കരിച്ച് ഇതിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതും ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ പ്രപഞ്ച ശക്തികളെല്ലാം ഏകോപിച്ചു നിന്നുകൊണ്ട് പ്രപഞ്ചനാഥനായ ദൈവത്തിന്റെ രൂപത്തെ ഈ മഹാദേവാലയത്തിനുള്ളിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ സർവദേവീദേവന്മാരും ദൂതപരിവാരങ്ങളും എന്റെ അരിമ സന്താനങ്ങളും സന്യാസ പരമ്പരകളും സന്താനങ്ങളും അണിനിരന്നു നിന്നുകൊണ്ട് ഉന്നതമായ വിധത്തിൽ മഹാശക്തി തന്നെ ഇവിടേക്ക് പ്രതിഷ്ഠിക്കുവാൻ സർവശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി എല്ലാം പ്രകൃതിയിൽ ഒരുക്കപ്പെടട്ടെ. എല്ലാവരും എത്തിച്ചേരുവാൻ അനുവദിക്കട്ടെ. എല്ലാവരും അതിനുവേണ്ടി എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ. ഇന്നേ ദിവസം വളരെ വിദൂരത്തിൽ നിന്നും അനേകം ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുണ്ട്, കോഴിക്കോട്ട് നിന്നുണ്ട്, തലശ്ശേരിയിൽ നിന്നുണ്ട്, കണ്ണൂരിൽ നിന്നുണ്ട്, കൊല്ലത്ത് നിന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുണ്ട്, കന്യാകുമാരിയിൽ നിന്നുണ്ട്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പുതിയതായിട്ടും പഴയതായിട്ടും അനേകം ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. അവരിലേക്കെല്ലാം ഈ മഹത്തായ ആദർശത്തെ ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള ആത്മപ്രചോദനം ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ഈ ആനന്ദത്തിൽ ഒത്തുചേർന്ന് ജീവിക്കുവാൻ മഹാഭാഗ്യമീശ്വരൻ അവർക്ക് ദാനം ചെയ്യുമാറാകട്ടെ. സർവ്വ നേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. സർവസന്താനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. സർവദാത്മനാഥൻ കൂടെ വാഴട്ടെ. മഹാത്യാഗത്തെ ലോകമെമ്പാടെ വിളംബരം ചെയ്യുന്ന മഹാഗോപുരത്തിന്റെ പരിപൂർണതയ്ക്കായി ഞാൻ സങ്കല്പിക്കുന്ന സങ്കല്പങ്ങളും പ്രാർത്ഥനകളും നേർച്ചകളും കർമ്മങ്ങളും ജഗദീശ്വരൻ സ്വീകരിച്ച് ഏറ്റവും വേഗത്തിൽ അതിമനോഹരമായ നിലയിൽ പൂർത്തീകരിച്ച് ഈ ദേവാലയത്തിന്റെ മുൻപിലായി സ്ഥാപിച്ച് നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി ഹൃദയമൊരുക്കിക്കൊണ്ട് തപസ്സനുഷ്ഠിക്കുന്ന അരിമ കുഞ്ഞുങ്ങളെയും സ്ഥപതികളെയും ശില്പികളെയും സർവധർമ്മികളെയും എന്റെ അരിമ കുഞ്ഞുങ്ങളെയും ജഗദീശ്വരന്റെ തൃക്കരങ്ങൾ കാത്തുരക്ഷിക്കട്ടെ. എല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ. ഉന്നതനാകുന്ന ദൈവം എഴുന്നള്ളി നിലകൊള്ളട്ടെ. ആത്മലോക രക്ഷാർത്ഥമായി വാഴട്ടെ. ആത്മശാന്തിക്കായി വാഴട്ടെ. ആത്മാനന്ദത്തിനായി വാഴട്ടെ. സർവരക്ഷയ്ക്കായി വാഴട്ടെ. മഹാരോഗം പൂർണ്ണമായും ശമിക്കട്ടെ. രോഗികളായി കഴിയുന്നവരെ വീണ്ടെടുത്ത് രക്ഷിക്കട്ടെ.